മൂന്നാം മോദി സർക്കാർ തട്ടിക്കൂട്ടി അധികാരത്തിൽ വന്നതാണെന്ന് നമുക്കെല്ലാവർക്കും അറിയാം. അതുകൊണ്ട് തന്നെ ഇന്നല്ലെങ്കിൽ നാളെ അനധിവിദൂര ഭാവിയിൽ അത് നിലംപതിക്കുമെന്ന് രാജ്യത്തെ ഭൂരിഭാഗം ജനങ്ങളും കരുതുന്നുമുണ്ട്. പക്ഷേ അസ്വാരസ്യങ്ങളില്ലാതെ സ്പീക്കർ തെരഞ്ഞെടുപ്പ് വരെ അവർ കൊണ്ടുപോയി. കൂടുതൽ താമസിയാതെ JDUവും TDPയും BJPയെ കൈയൊഴിയുമെന്നൊരു സംശയം എല്ലാവർക്കുമുണ്ട്. പക്ഷേ ഘടകകക്ഷികളുടെ സമ്മർദ്ദം മൂലമല്ല, ഇന്ത്യ മുന്നണി MP-മാരുടെ ആക്രമണം കൊണ്ട് തന്നെ BJP സർക്കാർ നിലംപതിക്കുമെന്ന വ്യക്തമായ സൂചനയാണ് ആദ്യ ലോക്സഭാ സമ്മേളനത്തിൽ തന്നെ ലഭിച്ചിരിക്കുന്നത്. അതിലേറ്റവും വലിയ യുദ്ധം പ്രതീക്ഷിക്കുന്നത് ബംഗാളിൽ നിന്നുള്ള MP-യും മുറിവേറ്റ സിംഹവുമായ മഹുവ മൊയ്ത്രയുടെ ഭാഗത്ത് നിന്ന് തന്നെയാണ്. രാഹുൽ ഗാന്ധിക്ക് ഏറ്റവും ശക്തമായ പിന്തുണയാണ് അവർ നൽകുന്നത്. പാർലമെന്റിൽ BJPയുടെ നേതൃത്വത്തിലുള്ള കേന്ദ്ര സർക്കാരിനെതിരെ ആദ്യ ദിവസങ്ങളിൽ തന്നെ അതിശക്തമായി ആഞ്ഞടിച്ചുകൊണ്ട് തന്നെ മുന്നോട്ട് പോവുകയാണ് തൃണമൂൽ കോൺഗ്രസ് MP കൂടിയായ മഹുവ മൊയ്ത്ര. ലോക്സഭയിൽ തന്നെ നിശബ്ദയാക്കാനാണ് കഴിഞ്ഞ തവണ BJP ശ്രമിച്ചത്. എന്നാൽ തെരഞ്ഞെടുപ്പിലൂടെ സീറ്റുകൾ കുറച്ചുകൊണ്ട് ജനങ്ങൾ BJPയെ തന്നെ നിശബ്ദരാക്കി പകരം വീട്ടിയെന്നും മഹുവ മൊയ്ത്ര കഴിഞ്ഞ ദിവസം തുറന്നടിച്ചു. കഴിഞ്ഞ തവണ താൻ ഇവിടെ വന്നപ്പോൾ തന്നെ സംസാരിക്കാൻ അനുവദിച്ചില്ല എന്നുള്ള കാര്യം അവർ ആദ്യ ദിവസം തന്നെ ഓർമ്മിപ്പിച്ചു. ഒരു MP-യുടെ ശബ്ദത്തെ അടിച്ചമർത്താൻ ശ്രമിച്ചതിന് ഭരണകക്ഷിയായ BJP വലിയ വില തന്നെ നൽകേണ്ടി വന്നു. തന്നെ നിശബ്ദയാക്കാനാണ് അവർ ശ്രമിച്ചത്. എന്നാൽ ജനങ്ങൾ BJPയിലെ 63 MP-മാരെ എന്നേക്കുമായി നിശബ്ദരാക്കി കളഞ്ഞു എന്നാണ് മഹുവ തുറന്നടിച്ചത്. കേവല ഭൂരിപക്ഷത്തിനായി സഖ്യകക്ഷികളെ ആശ്രയിക്കേണ്ടി വരുന്ന ഈ സർക്കാർ എപ്പോൾ വേണമെങ്കിലും നിലംപതിക്കാമെന്നും മഹുവ മൊയ്ത്ര ഓർമ്മപ്പെടുത്തി. BJPക്ക് തനിച്ച് കേവല ഭൂരിപക്ഷം ലഭിക്കാത്തതിനെക്കുറിച്ച് വ്യക്തമായി പറഞ്ഞുകൊടുത്ത മഹുവ ഈ സർക്കാർ വീഴുന്ന വഴികളെക്കുറിച്ചും സൂചിപ്പിച്ചു. ലോകസഭയിൽ രാഹുൽ ഗാന്ധിയുടെ പ്രസംഗം കഴിഞ്ഞതിന് തൊട്ടു പിന്നാലെ തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും മന്ത്രിമാരും സഭയിൽ നിന്നിറങ്ങിപ്പോകാൻ എഴുന്നേറ്റിരുന്നു. ആ തക്ക നോക്കിയാണ് മഹുവ മൊയ്ത്ര തിരിച്ചടിച്ചത്. ഇതിനെ കളിയാക്കിക്കൊണ്ടായിരുന്നു മഹുവ പ്രസംഗം തന്നെ ആരംഭിച്ചത്. ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി നരേന്ദ്രമോദി അങ്ങനെ അങ്ങ് പോയാലോ എന്നാണ് അവരുടെ ചോദ്യമുണ്ടായത്. തനിക്ക് പറയാനുള്ളത് കൂടി കേട്ടിട്ട് പോയാൽ മതി, പേടിക്കാതിരിക്കൂ, അല്പനേരം ഇവിടെ ഇരിക്കൂ എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു മഹുവയുടെ പ്രസംഗം തുടങ്ങിയത്. കഴിഞ്ഞ ലോക്സഭയിൽ BJP തന്നെ നിശബ്ദയാക്കാൻ ശ്രമിച്ചുവെന്നും അതിന് പകരമായി BJPയുടെ 63 MP-മാരെ എന്നേക്കുമായി ജനങ്ങൾ നിശബ്ദരാക്കിയെന്നും മഹുവ മൊയ്ത്ര നരേന്ദ്രമോദിക്ക് മുന്നിൽ നിന്ന് പറഞ്ഞു കൊടുക്കുകയായിരുന്നു. കഴിഞ്ഞ തവണ ഇവിടെ തന്നെ സംസാരിക്കാൻ അനുവദിച്ചില്ല. എന്നാൽ ഒരു MP-യുടെ ശബ്ദം അടിച്ചമർത്താൻ ശ്രമിച്ച ഭരണകക്ഷിക്ക് ഇത്രയും വലിയൊരു തിരിച്ചടി നേരിട്ടത് എന്തുകൊണ്ടാണെന്ന് താങ്കൾ മനസ്സിലാക്കണമെന്നാണ് മഹുവ നരേന്ദ്രമോദിയെ നോക്കി ചോദിച്ചത്. ഈ സഭയിലും അത് ആവർത്തിച്ചാൽ ജനങ്ങൾ വെറുതെ ഇരിക്കില്ല എന്ന മുന്നറിയിപ്പാണ് നരേന്ദ്രമോദിയെ മുന്നിൽ നിർത്തി മഹുവ ഓർമ്മിപ്പിച്ചത്. മോദിയെ തല താഴ്ത്തിപ്പിച്ച മഹുവ മൊയ്ത്രയുടെ ആ വാക്കുകൾ നമുക്ക് കണ്ടു നോക്കാം. But the ruling party has paid a very heavy price for throttling the voice of one MP. मुझे बैठाने का चक्कर में जनता ने आपके 63 सदस्यों 63 जन को परमानेंटली बैठा दिया. You have gone down from 303 to 240.